ഹായ്, എൻ്റെ ഫോണിൻ്റെ ഔട്ടർ ബട്ടൺ വർക്കാവുന്നില്ല. അപ്പോൾ നമുക്ക് സ്വിച്ച് മാറ്റാം. ഫോണിൽ ഒരു മെമ്മറി കാർഡ് കിടന്നത് അത് വർക്കാവുന്നില്ല. മറ്റൊരു ഫോണിലിട്ടെങ്കിലും അത് വർക്കായില്ല. ബട്ടൺ മാറ്റാൻ ബോഡി ഇളക്കണമായിരുന്നു. അപ്പോൾ അത് ഇളക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് കയ്യിലില്ല. നെയിൽ ഉപയോഗിച്ചെങ്കിലും പറ്റിയില്ല. അങ്ങനെ ഒരു ഗുളികയുടെ കവർ എടുത്ത് അത് ഇളക്കി ബട്ടൺ പുറത്തെടുത്തു. അപ്പോഴാണ് പുതിയ പ്രശ്നം ഉണ്ടായത്. സ്ക്രീൻ ഇളകി. അങ്ങനെ അത് 2 റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിൻ ഉപയോഗിച്ച് ഫോൺ ഓണാക്കാമെങ്കിലും പിന്ന് പെട്ടെന്ന് കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനു പകരം ഒരു മോതിരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ മോതിരമാകുമ്പോൾ വിരലിൽ കിടക്കുകയും ചെയ്യും, എങ്ങും പോകത്തുമില്ല. അതിനുവേണ്ടി ഞാനൊരു ഇലക്ട്രിക് പൈപ്പ് എടുത്ത് അത് കട്ട് ചെയ്ത് ഒരു റിങ്ങിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തു. അതിനൊരു കൂർത്ത ഭാഗവും വെച്ചു. ഈ കൂർത്ത ഭാഗം വെച്ച് നമുക്ക് ഫോൺ ഓണാക്കാം. ഞാൻ ഈ ഫോൺ നന്നാക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മളുടെ പരിസരത്തുള്ള പയ്യന്മാർ ചേർന്ന് ഒരു ടൂർ ആലപ്പുഴയ്ക്ക് പോകുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല എൻ്റെ ഫോണിൻ്റെ സ്ക്രീനും പൊട്ടി. അപ്പോൾ സ്ക്രീനും സ്വിച്ചും കൂടെ ഒരുമിച്ച് നന്നാക്കാമെന്ന് വിചാരിച്ചു. ഒരുമിച്ച് നന്നാക്കിയാൽ സ്വിച്ച് നന്നാക്കാൻ പൈസ ആകില്ല. അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഇത് രണ്ടും കൂടെ നന്നാക്കാൻ നമ്മുടെ പക്കൽ സമയമില്ല. പിറ്റേ ദിവസം ടൂർ പോകാനുള്ളതാണ്. അങ്ങനെ പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്തിയതാണ് ഈ മോതിരം. അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോഴാണ് ഒരു പ്ലെയിനായിട്ട് തോന്നിയത്. രസമില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഡിസൈൻ നമ്മളുടെ കോപ്പർ വയർ വെച്ച്, വയറിൻ്റെ കോപ്പർ ഉപയോഗിച്ച് കുറച്ച് ഡിസൈൻ ചെയ്തു. 2 വശത്തും ചുറ്റി കെട്ടിയതിന് ശേഷം മോതിരത്തിൻ്റെ മുൻഭാഗം മറ്റൊരു ഡിസൈൻ കൊടുത്തു. മോതിരത്തിൻ്റെ പൊങ്ങിയിരിക്കുന്ന മുൻഭാഗത്ത് ആക്സം ബ്ലേഡ് ഉപയോഗിച്ച് ചെറിയൊരു കട്ട് കൊടുത്തതിന് ശേഷം കോപ്പർ ഉപയോഗിച്ച് ചുറ്റിയപ്പോൾ ഒരു ഡിസൈനായി. കോപ്പർ ചുറ്റി ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി അകത്തോട്ട് തിരികെ കയറ്റി വെച്ചു. ഇത്രയും ചെയ്തിട്ടും എന്തോ ഒരു കുറവ് തോന്നി. അപ്പോൾ കുറച്ചുകൂടി ഡിസൈൻ വേണമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ആ പൈപ്പിൽ കുറച്ച് വരച്ചിട്ട് ബ്ലേഡ് കൊണ്ട് ആ വരച്ചതിന് മീതെ കൂടെ ഒരു വരയിട്ടു. കാരണം ചൂട് കമ്പി ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ അത് തെന്നി പോകാതിരിക്കാനാണ്. ചൂട് കമ്പി ഉപയോഗിച്ച് അത് വരച്ചൊരു ഡിസൈനാക്കി. വരച്ചു കഴിഞ്ഞ സ്ഥലത്ത് അവിടെ എവിടെയായിട്ട് പ്ലാസ്റ്റിക് ഉരുവി പിടിച്ചത് പൊങ്ങി വന്നു. അത് ബ്ലേഡ് കൊണ്ട് അറുത്ത് ക്ലീനാക്കി. ഞാനിത് ആലപ്പുഴത്തെ വീഡിയോ എടുക്കാൻ ചെയ്യുന്നെങ്കിലും മറ്റൊരു പ്രശ്നം എനിക്കുണ്ട്. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൂറ് പോകുമ്പോൾ പയ്യന്മാരെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്ത് അത് സെറ്റാക്കാമെന്ന്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഫോണിൽ കിടന്ന മെമ്മറി കാർഡ് കംപ്ലൈൻ്റ് ആയില്ലായിരുന്നെങ്കിൽ ആ മെമ്മറി കാർഡ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു.
കോപ്പർ വയർ ചുറ്റിയതിനു ശേഷം അതിനെ ഫെവിക്വിക്ക് കൊണ്ട് പൈപ്പിൽ ഒട്ടിച്ച് ചേർത്തു. മോതിരത്തിന് അങ്ങനെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഈ ഡിസൈൻ ഞാൻ ഉറച്ചു. ഞാൻ അത്ര വലിയ കലാകാരനൊന്നുമല്ല, എന്നാൽ അമിതം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നുമില്ല. ഇതൊരു വീഡിയോ ആക്കി ചെയ്യാൻ ആഗ്രഹം തോന്നി ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ബൈ ദ വേ, ബൈ.